മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. നഗരസഭ 76 ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭ 76 ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടന്നു. ഇഫ്താർ സംഗമം ജഡ്ജ് മുഹമ്മദ് വസീം ഉദ്ഘാടനം ചെയ്തു. ഇസ്ക്ര ഹബീദ് അധ്യക്ഷത വഹിച്ചു. KPSC ബിയാട്രിസ്, മുൻ കൗൺസിലർ ബെന്നി ഫെർണാണ്ടസ്, കൗൺസിലർ മഞ്ജുള അനിൽകുമാർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് VS ശ്രീജിത്ത്, മുൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് KJ ആന്റണി, മുഹമ്മദ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യവും കൂട്ടായ്മയും വളർത്താൻ വളരെയധികം സഹായകമാണ്. എല്ലാ സമുദായങ്ങൾക്കും വൃദ്ധാനുഷ്ഠാനം ഉണ്ട്. മുസ്ലിം സമുദായത്തിനുള്ള വൃദ്ധാനുഷ്ഠാനത്തിൻ്റെ ഒരു പ്രത്യേകത, അതുവരെ അനുവദിക്കപ്പെട്ടിരുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും അല്ലെങ്കിൽ പാനീയങ്ങളും ഈ മാസത്തിൽ നിങ്ങൾ ഉപേക്ഷിക്കണം. അത് ദൈവത്തിന് വേണ്ടി നിങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭക്ഷണപാനീയങ്ങൾ ഈ ഒരു മാസം ഉപേക്ഷിക്കണം. അപ്പോൾ ഇങ്ങനെ ഉപേക്ഷിക്കുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് നമുക്ക് വിശപ്പറിയാൻ സഹായിക്കും എന്നാണ്. എന്നാൽ ആ ഒരു ലക്ഷ്യത്തിനപ്പുറം വേറെ പല അർത്ഥങ്ങളും ഈ ഒരു മാസത്തിൽ വ്രതമനുഷ്ഠിക്കുന്നതിലുണ്ട്. അതിലേറ്റവും വലിയ കാര്യം സംയമനവും അതിലൂടെ നമ്മൾ വരുത്തുന്ന ഹൃദയ ശുദ്ധീകരണവുമാണ്. പ്രവാചക തിരുമേനി ഒരു അനുചരനോട് കൊച്ചി നഗരസഭയുടെ ഡിവിഷൻ കമ്മിറ്റിയാണ് സംഗമം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ തവണ 27 അതിനു മുമ്പ് 28 പിന്നെ എങ്ങോട്ട് ഡിവിഷൻ ഒന്നും പരിപാടികൾ മാറും. അത് ഇഫ്താറായിരുന്നാലും പുതുവത്സരാഘോഷമായിരുന്നാലും ഓണമായിരുന്നാലും ഒക്കെ കൃത്യമായി സംഘടിപ്പിച്ചു പോരുന്ന സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഒരു മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം എല്ലാത്തിനും അപ്പുറത്ത് നിലനിൽക്കണമെന്ന് താല്പര്യമുള്ള ഒരു കൂട്ടം ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിലൂടെ നേരത്തെ സൂചിപ്പിച്ച എല്ലാവരും ഒത്തുകൂടാൻ കഴിയുന്ന സ്ഥലങ്ങൾ ഉണ്ടാവണം. അതാണ് ഓണം, പുതുവത്സരം, ക്രിസ്തുമസ്, ഇഫ്താർ, ഇതെല്ലാം കൃത്യമായി ഇവിടെ ബെന്നിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരും. അതെപ്പോഴും കൊച്ചിക്ക് മാതൃകയായ നിലയിൽ പ്രവർത്തിക്കാൻ ഇത്തവണത്തെ ഇഫ്താറിൻ്റെ ഒരു പ്രത്യേകത നമ്മളെപ്പോഴും ഒരു വേദനയോടെയാണ് റംസാനിലേക്ക് കടന്നു പോകുന്നത്. എപ്പോഴും സന്തോഷത്തോടെയാണ് നോൻപ് കാലത്തെ എടുക്കുന്നത്. കേരളം തന്നെ ശ്രദ്ധിക്കുന്ന ആഘോഷ പരിപാടികൾ, റംസാൻ നാളിൽ ഇഫ്താർ സംഗമവും അതോടൊപ്പം തന്നെ പാവങ്ങൾക്കുള്ള കിറ്റ് വിതരണവും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീ ബെന്നി നടത്തുന്ന ഈ സംരംഭം, ഈ പരിപാടി ഏറെ ശ്ലാഘനീയമാണ്. ബെന്നിക്ക് കൊച്ചിയുടെ സാംസ്കാരിക മനസ്സിൻ്റെ, സാമൂഹ്യ മനസ്സിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.